ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ജനുവരി 31. ഓക്കെ, ഈ മാസത്തെ ലാസ്റ്റ് ട്രേഡിംഗ് ഡേ ആണ്. ഇന്ന് ഞാനൊരു എൻട്രി പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് ഞാൻ എൻട്രി എടുത്തിരിക്കുന്നത്. ഓക്കെ, എൻട്രി എടുത്ത് നെക്സ്റ്റ് ക്യാൻഡിൽ തന്നെ നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ എൻട്രി എടുക്കാനുള്ള റീസൺ നമുക്ക് നോക്കാം. മാർക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്തത് ഇവിടെയാണ്. ഇത് പ്രീവിയസ് ഡേ ലോ ആണ്. ഇവിടെ ഒരു പ്രീവിയസ് ഡേ ലോ ഏരിയ കൂടിയുണ്ട്. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് പ്രീവിയസ് ഡേ ലോ ഏരിയ ആണ്. ഓക്കെ, പ്രീവിയസ് ഡേ ലോ ഏരിയ ബ്രേക്ക് ഡൗൺ ചെയ്തു. ഇവിടുന്ന് ലിക്വിഡിറ്റി എടുത്ത് മുകളിലോട്ട് പോയി. ഫസ്റ്റ് ട്രാപ്പ് സെല്ലേഴ്സിനെ ഇവിടെ ട്രാപ്പ് ചെയ്തു. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് ഇവിടെ വന്ന് എക്സൈൽ ഡേ ഹൈയിൽ വന്നിട്ട് സെല്ലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. കണ്ടോ, ആ സെല്ലേഴ്സിനെ ട്രാപ്പ് ചെയ്തിട്ട് മുകളിലോട്ട് പോകാനുള്ള പ്ലാനാണ്. അതിനുശേഷം ഇവിടെ വന്ന് തിരിച്ച് താഴോട്ട് വരുമോ അറിയില്ല. ഓക്കെ, എന്തായാലും ഇവിടുന്ന് നല്ലൊരു ബ്രേക്കൗട്ട് തരാനുള്ള സാധ്യതയുണ്ട്, ഒരു റിയൽ ബ്രേക്കൗട്ട്. കാരണം ഇവിടെ ഡേ ലോ, ഇവിടെ ഒരു ഡേ ഹൈ വന്നു. കണ്ടോ, ഓൾമോസ്റ്റ് ടാർഗറ്റിൻ്റെ അടുത്താണുള്ളത്. ഡേ ഹൈ വന്നു, പിന്നെ ഒരു ട്രെൻഡ് ലൈൻ വരുന്നുണ്ട് 50 മിനിറ്റിൽ. ഓക്കെ, ആ ഒരു ട്രെൻഡ് ലൈനും ആ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ വന്നിട്ട് മാർക്കറ്റ് ബ്രേക്കൗട്ട് തന്നില്ല. അതിന് പകരം മാർക്കറ്റ് അവിടെ വന്നിട്ട് എന്താ റെസിസ്റ്റൻസ് എടുത്തിട്ട് സെല്ലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. കണ്ടോ, ഓൾമോസ്റ്റ് ടാർഗറ്റിൻ്റെ അടുത്തെത്തി. വിത്തിൻ ഒരു 3 മിനിറ്റിൽ തന്നെ ഓൾമോസ്റ്റ് ടാർഗറ്റിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഇവിടെ മാർക്കറ്റ് ഓൾറെഡി ഇവിടെ സെല്ലേഴ്സിനെ ട്രാപ്പ് ചെയ്തു. അതിനുശേഷം ഈ ഒരു എക്സെറ്റ് റെസിസ്റ്റൻസ് ഏരിയയിൽ വന്നിട്ട് മാർക്കറ്റ് റെസിസ്റ്റൻസ് എടുത്തിട്ട് സെല്ലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുകയാണ് കേട്ടോ. ഇൻവൈറ്റ് ചെയ്തതിന് ശേഷമാണ് നെക്സ്റ്റ് ക്യാൻഡിൽ കണ്ടത്. എൻ്റെ ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ലോജിക്കലി എൻട്രി എടുക്കുക. എൻ്റെ സ്റ്റോപ്പ് ലോസ് ഇവിടെയായിരുന്നു, ടാർഗറ്റ് ഹിറ്റായി. ഓക്കെ, അത്രയേ ഉള്ളൂ. നമ്മൾ ഒരു ദിവസം ഒരു ട്രേഡ് അത്രയേ. ഇവിടെ എൻ്റെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. അതിനുശേഷമുള്ള മൂവ്മെൻറ്റം നമുക്ക് കാണാം. അതിനുശേഷമുള്ള മൂവ്മെൻറ്റം നല്ല സൂപ്പർ മൂവ്മെൻറ്റാണ്. നല്ല മൂവ്മെൻറ്റ് അവിടെ കിട്ടി. കാരണം ഇവിടുത്തെ ആ ഒരു ബ്രേക്കൗട്ട് പറഞ്ഞില്ലേ, ഇവിടെ നല്ല രീതിയിൽ സെല്ലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്ത് അവരെ ട്രാപ്പ് ചെയ്ത് അവരെ SL ഹണ്ട് ചെയ്തിട്ടുള്ള മൂവ്മെൻറ്റാണിത്. ഓക്കെ, അതാണ് റിയൽ ബ്രേക്കൗട്ടും ഫേക്ക് ബ്രേക്കൗട്ടും നമ്മൾ മനസ്സിലാക്കുക. റിയൽ ബ്രേക്കൗട്ടിൽ നല്ല രീതിയിൽ ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മുടെ റിസ്ക് റിവാർഡിനനുസരിച്ച് എക്സിറ്റ് ചെയ്തു. ഓക്കെ, അത് ഇത്രയും ദൂരം നമുക്ക് എല്ലാവരും ക്യാച്ച് ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷേ ഞാൻ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ. ഓക്കെ, ഈ ഒരു മൂവ്മെൻറ്റ് നമ്മൾ മിസ് ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് റിഗ്രറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരിക്കലും ആർക്കും ഇങ്ങനെ ഒരു വലിയ മൂവ്മെൻറ്റം അങ്ങനെ ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റില്ല ട്രേഡിങ്ങിൽ. എപ്പോഴും നമുക്കൊരു നമ്മുടെ റിസ്കിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഡബിൾ അല്ലെങ്കിൽ 1:2 അല്ലെങ്കിൽ 1:3 നമുക്ക് മാക്സിമം അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. ഇത്രയും മൂവ്മെൻറ്റം ക്യാച്ച് ചെയ്യാം. നമുക്ക് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് ഇങ്ങനെ ഓരോ ക്യാൻഡലിൻ്റെ മുകളിലും ട്രെയിൽ ചെയ്ത് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ റിസ്ക് റിവാർഡ് ചെയ്തിട്ടാണ് നമുക്ക് ട്രേഡിംഗ് സക്സസ് ആകാൻ പറ്റും. അല്ലാതെ നമുക്ക് ഒരിക്കലും ഈ ഒരു മൂവ്മെൻറ്റ് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഈ ഒരു ബ്രേക്കൗട്ട് നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാം. കാരണം ഈ ഒരു സെല്ലേഴ്സ് ഇൻവൈറ്റ് ചെയ്തിട്ട് ട്രാപ്പ് ചെയ്തിട്ട് മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എത്രത്തോളം പോകുന്നത് നമുക്കറിയില്ല. അതാണ് ട്രേഡിംഗ്. ഓക്കെ, താങ്ക് യു ഗൈസ്. നെക്സ്റ്റ് വീഡിയോ കാണാം.